അബൂ മൂസ അശ്അരി, ഇന്നലെ നിങ്ങൾ വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, ആ വിധി തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിധി തെറ്റാണ് എന്ന് പറയാൻ സമ്മതിക്കാൻ അബൂ മൂസ നിങ്ങൾ മടി കാണിക്കരുതേ. നമ്മൾ പലരും അങ്ങനെയാ പറയാ, ദേഷ്യപ്പെട്ടിട്ട് പറയേ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിച്ചു കൊടുക്കരുത് എന്ന്. യാ അല്ലാ, എന്ത് വർത്താനാണ് അതൊക്കെ? എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? ഞങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ഒന്ന് തിരുത്ത, ഞാൻ അപ്പം ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ ഒരു വെറുപ്പോ ദേഷ്യമൊന്നും എനിക്ക് അയാളോടില്ല. തിരുത്തണം, മരണത്തിൻ്റെ മുമ്പ് തിരുത്തണം. വലിയ രസം എന്താണെന്നറിയോ? മയ്യത്ത് കൊണ്ടുവച്ചാൽ മെഹ്റാബിൻ്റെ മുമ്പിൽ ജനാസക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ ഓരോരുത്തരിങ്ങനെ പറയും, പഠിച്ചവനെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനാപ്പി മരിച്ചെടുക്കണത്. അയാൾ അങ്ങനെ പള്ളിക്ക് ആദ്യം വരുന്ന ആളെ ഹൗദ് ക്ലീനാക്കുന്ന ആളായിരുന്നു, മുക്രിക്കാനെ വിളിച്ചോണ്ടുന്ന ആളായിരുന്നു, ഏതൊരു കാര്യത്തിനും സഹായിക്കുന്ന ആളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ഈ നല്ല വർത്തമാനം ആ മയ്യത്തിനായി കിടക്കുന്ന മനുഷ്യനോട് പറയാറുണ്ടോ? അപ്പോഴല്ലേ ആ മനുഷ്യ അതുകൊണ്ട് കാര്യമുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോള എഴുതും, പിന്നെ സ്മരണിക, പിന്നെ അനുസ്മരണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ള് ഫിത്തിനെ പറയാം, മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആളെയ്യുന്നു. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൂടെ? ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പറ്റി ഖൈർ പറയണ്ടേ? അവിടെ മുഖത്ത് നോക്കി പറയണ്ട, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? അതെന്തൊരു വലിയ നന്മയാണ്. ആരെയും മുന്നിലിരുത്തിയിട്ട് പുകഴ്ത്താൻ പാടില്ല എന്നാ, അത് നമ്മുടെ രീതിയല്ല. പക്ഷെ ഒരാളുടെ അയാളുടെ പ്രസൻസിലല്ല, പക്ഷെ അയാളെ കുറിച്ച് നല്ലത് പറയാം. അതയാൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, അറിഞ്ഞില്ല എന്ന് വരും. അറിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമായി എന്ന് വരും, സന്തോഷമായി എന്ന് വരും, അതൊന്നും പ്രശ്നമില്ല. അയാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ പുകഴ്ത്താൻ പാടില്ല. പക്ഷേ ഒരാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് അയാളെ പുകഴ്ത്തണമെന്ന, ഒരു മനുഷ്യൻ്റെ നന്മകൾ പറയണമെന്ന നമ്മുടെ ശരീഅത്ത് അങ്ങനെയാണ്. നമ്മളതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെയായിരുന്നു, അളിയൻ ഇങ്ങനെയായിരുന്നു, ഏട്ടമ്പതിയാപ്പിൾ എങ്ങനെയായിരുന്നു. ആ ജീവിച്ചിരിക്കുമ്പോൾ പോയി പറയേ, ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സന്തോഷിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ, ആ രോഗി 10 കൊല്ലമായിട്ട് രോഗശൈലിയിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, പോയി നോക്കാതെ, ഒന്ന് സലാം പറയാതെ അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്ത് വരും എല്ലാവരും. വരണ്ടെന്നല്ല ഞാൻ പറയണത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മുഖം കണ്ടാൽ അറിയുന്നൊരു സമയത്ത് ഇതിൽ എത്ര പേര് പോയി നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നമുക്കൊന്ന് ഇറങ്ങി നടക്കാനാവാതെ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരും കൂടെ പഠിച്ചവരും കൂടെ കളിച്ചവരും കൂടെ ജോലി ചെയ്തവരും കൂടെ നടന്നവരും ഒക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ആ രോഗി കിട്ടുന്ന വലിയൊരു സന്തോഷമല്ലേ? രോഗിയെ സന്ദർശിക്കൽ എത്ര വലിയ കൂലിയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തും, അല്ലേ? ജീവിച്ചിരിക്കുമ്പം ചെല്ലി, മരിച്ചിട്ടും ചെല്ലണം, പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴും ചെല്ലണം. ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇബാദത്ത് വേറെ ഇല്ല എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്ര വലുതാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുഅ്മിൻ, ഒരാൾക്ക് സന്തോഷം നൽകുന്നത് അത്രമേൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഉമർ തങ്ങൾ പറയാൻ, അബൂ മൂസ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിധി, നിങ്ങളുടെ വിധിന്യായം ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ മടിയുണ്ടാവരുതേ. പച്ചയിൽ എണീറ്റ് പറയണം, ഞാൻ ആ പറഞ്ഞത് ശരിയല്ലായിരുന്നു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയണം. فإن الحق قديم لا ينقضه شيء. لا توكان. These words have to be written by a golden pen, golden ink. فإن الحق قديم, because the truth is ancient. സത്യം അതിപുരാതനമാണ്. لا ينقضه شيء, nothing can nullify it. സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയൂല. സത്യം സത്യമാണ്. അത് ഇന്ന് നേരത്തെ പറഞ്ഞാൽ അത്രയും നല്ലത്. സത്യം മറച്ചു വെക്കരുത്. സത്യം ഏറ്റവും പഴയതാണ്. സത്യം അതിപുരാതനമാണ്. സത്യം എന്നെന്നും പഴക്കമുള്ളതാണ്. സത്യമാണ് എന്നും നിലനിൽക്കുന്നത്. إن الرجوع إلى الحق خير من التمادي في الباطل. ശരിക്കും മനസ്സിലാക്കേണ്ട വാക്കുകളാണിത്. ഉമർ തങ്ങളുടെ വാക്ക്. നബി തങ്ങൾ പറയാറില്ലേ, എൻ്റെ ഖുലഫാ ഉർ റാഷിദീങ്ങൾ പറയുന്നത് കേൾക്കണേന്ന്. ഞാൻ മരിച്ചാൽ, ഞാൻ വഫാത്തായാൽ എൻ്റെ ചര്യയും എൻ്റെ ഖുലഫാ ഉർ റാഷിദുകൾ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമെന്ന്. ആ ഖുലഫാ ഉർ റാഷിദിൽപ്പെട്ട മഹാന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, നമുക്കറിയാലോ, മഹാനവറുകൾ പറയാണ്, വഇന്ന റുജൂഅ ഇലൽ ഹഖ്
ഖൈറുൻ മിനത് തമാദി ഫിൽ ബാത്തിൽ. സത്യത്തിലേക്ക് തിരിച്ചു വരലാണ് നല്ലത്. തൻ്റെ മോശപ്പെട്ട നിലപാടുകളിൽ അള്ളിപ്പിടിച്ചു കൂടുന്നതിനേക്കാൾ, അത് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് സത്യത്തിലേക്ക് തിരിച്ചു വരലാണ്. അല്ലേ? നമുക്കൊക്കെ തെറ്റുപറ്റും, മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റുപറ്റും. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്താൽ, അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു തെറ്റുപോലും അവരിൽ നിന്ന് സംഭവിക്കാം. അതുകൊണ്ടൊന്നും അവർ ഈമാനിന് പുറത്തു പോകണില്ല. അവർ മുദ്നിബീങ്ങളാണ്. തെറ്റ് സംഭവിച്ചു എന്നേ വരൂ. ഇൻഷാ ഗഫർ വ ഇൻഷാ അഅദബ്. അള്ളാഹുവിന് വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കാം. പക്ഷെ ഈ മുഅ്മിനീങ്ങളാണ്. ഈമാനെന്ന് പുറത്തു പോകുന്നുണ്ടോ? ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കാം. ഹദീത്ത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. ഹദീത്ത് ഇങ്ങനെ ശരിക്കും മലയാളത്തിലെ എൻ്റെ പരിഭാഷ ഇങ്ങനെ വായിച്ചാൽ ആൾ നേരെ നരകത്തിലേക്ക് പോകുന്നു തോന്നും. അതുകൊണ്ടാണ് ഫത്വ പറയൽ ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ. നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ആ ഹദീത്തിൻ്റെ സാരം വലിയൊരു നരകം പോലെയുള്ളൊരു ശിക്ഷ കിട്ടാൻ മാത്രം അള്ള പുറത്തു കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്. അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇതിനർത്ഥമല്ല. ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കണം, ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യാം, മഗ്ഫിറത്തിനെ ചോദിക്കാം, ഒക്കെ ചെയ്യാം. എന്തേ? ഈമാൻ ഉണ്ടായിരുന്നോ? ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ എന്ന് പുറത്തു പോവോ? ഈമാൻ എന്ന് പുറത്തു പോവില്ല. അങ്ങനെ പുറത്തു പോകുമെന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ അതിനൊക്കെ എതിരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ദലീലുകളാണ് ഈ പറയുന്നതൊക്കെ. തെറ്റ് ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഈമാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അവരുടെ ഖൽബിലുള്ള വിശ്വാസമാണ്. ചെയ്ത് തെറ്റായിരിക്കാം, മുഅ്മിനീങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ തൗബ ചെയ്യണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം. والمسلمون عدول بعضهم على بعض إلا مجلودا في حد أو ضنينا في ولاء أو قرابة. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ മുസ്ലിമൂന ഉജൂലുൻ ബഅ്ദുഹും അലാ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സാക്ഷി പറയാൻ മാത്രം സത്യസന്ധതയുള്ളവരാണ്. എല്ലാ മുസ്ലിമും എല്ലാ മുഅ്മിനും അങ്ങനെയാണ്. ഇല്ലാ മജ്ലൂദൻ ഫീ ഹദ്ദിൻ, ഇസ്ലാമിൻ്റെ ഒരു ശിക്ഷ നടപ്പാക്കപ്പെട്ട ഒരാളൊഴികെ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനൊഴികെ, അല്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം സത്യസന്ധരാണ്, സാക്ഷി പറയാൻ പറ്റുന്നവരാണ്. വസ്സുൽഹു ജായിസും ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കണം, അടി ഉണ്ടാക്കരുത്. അത് ഇബ്ലീസിൻ്റെ പണിയാണ്. നമ്മളും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ എഴുത്തിലൂടെയോ നമ്മുടെ വാക്കിലൂടെയോ ഒരു ഫിത്തിനൻ, ഒരു വെറുതെ ദേഷ്യം ഉണ്ടാക്കുന്ന വർത്താനം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന വർത്താനം പറയുക, ഇത് ശൈത്താനാണ്. മനുഷ്യരൂപത്തിലുള്ള ശൈത്താനുകളാണ്. ആ ശൈത്താനുകൾക്ക് പല അക്കൗണ്ടൊക്കെ ഉണ്ടാവും, ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അത് ശൈത്താൻ്റെ പണിയാണ്, നമ്മളിത് ചെയ്യരുത്. പിശാച്ചാണ് തമ്മിലടിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾ മസ്ലഹത്ത് ചെയ്യണം. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിരിക്കുക. നമ്മൾ ഏതോ വഴിക്ക് പോവുക, ഹദീസും ഖുർആനും വേറെ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. നമ്മൾ എവിടേക്കോ ചില അന്ധത ബാധിച്ച് ഈ ഹദീസൊന്നും ഓർമ്മയില്ലാണ്ട് എവിടേക്കോ ഓടി നടക്കുകയാണ്. അങ്ങനെ ആവരുത്. വസ്സുൽഹു ബൈനൽ മുസ്ലിമീന ജായിസുൻ ഇല്ലാ സുൽഹൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാല. ഒരു ഹലാല ഹറാമാക്കുകയോ ഒരു ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത്. അല്ലാത്ത എല്ലാ സുൽഹും നല്ലതാണ്, അതാണ് വേണ്ടത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവങ്ങൾ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ മുൻ സലഫ് സ്വാലിഹീങ്ങളിൽ. അതിൻ്റെയൊക്കെ ന്യായം എന്താണെന്ന് വെച്ചാൽ, തിന്മ ചെയ്ത ഒരാളും രക്ഷപ്പെടരുത്, നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടുകയും അരുത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അന്നത്തെ ഖലീഫയാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടു. ഒരു മനുഷ്യൻ കഴുത്തറുക്കപ്പെട്ട് മരിച്ചു കിടക്കുകയാണ്. പോലീസുകാരിങ്ങനെ കൊലയാളി ആരാണെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യനുണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അയാളുടെ കൈകളിൽ ചോരയുമുണ്ട്.
പോലീസുകാർ വേഗം പൊക്കോലോ, തെളിവും സാഹചര്യങ്ങളൊക്കെ. ഇപ്പുറത്തൊരാൾ കഴുത്തിറക്കപ്പെട്ട് കിടക്കും ചെയ്യും, ഒരു കാട്ടുപന്തയിൽ കിടക്കുകയാണ്. അയാൾ ചോരയെ കുളിച്ച് കിടക്കണം, മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ കയ്യിൽ കത്തിയുണ്ട്, കൈകളിൽ ചോരപ്പാടുണ്ട്. അയാൾ അവിടെ ഒരു പൊന്തക്കാടിനുള്ളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാ കാണുന്നത്. പോലീസുകാർ ചോദിച്ചു, നീയാണോ ഇയാളെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ 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 ഞാൻ തന്നെയാണ്. നവാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് വന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധികൂർമ്മതയുള്ള സ്വഹാബിയാണ്. മിൻ അദ്ഖൽ അദ്ഖിയ, വലിയ ബുദ്ധി. ഹി വാസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ലല്ലോ ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഇവനല്ലല്ലോ കൊന്നത്, പിന്നെ എങ്ങനെ ഇവനാണെന്ന് പറയാം? അലി തങ്ങൾ പറഞ്ഞു, ബഗ്ദാദിലെ കൂഫയിലെ മഹാനവറുകളുടെ ഖിലാഫത്തിന്റെ കാലമാണ്. കൂഫയിലെ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളെയും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞിനെ വിടാതെ ആ ടൗണിലുള്ള മുഴുവൻ ആളുകളെയും അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പോലീസുകാരോട്. എല്ലാവരും കൊണ്ടുവന്നു. അതിൽ ഒരാള് സ്പീഡിൽ നടക്കുന്നത് കണ്ടു അലി റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ ബുദ്ധി നോക്കണം. അപ്പം അലിയാര് തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വേദിയിലേക്ക് കയറാൻ ഇവിടെ കുറച്ച് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലേ, അതുപോലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത് എല്ലാവരോടും കയറാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യൻ, ഈ മഹാനായ അലി തങ്ങൾ നോട്ട് ചെയ്ത മനുഷ്യൻ മാത്രം കയറുമ്പോൾ 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. ഭയങ്കര സ്പീഡാണ്. അലി തങ്ങൾ പറഞ്ഞു, ഇവിടെ വാന്ന് പറഞ്ഞു. അലി തങ്ങൾക്ക് ചില സിഗ്നലുകൾ അല്ലാഹു നൽകുകയാണ്. സത്യം പറയുന്നു, നീയല്ലേ ആ മനുഷ്യനെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ ഞാനാണ്. എവിടുന്ന പിടിച്ചെന്നറിയോ? സ്റ്റെപ്പ് ചാടിപ്പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ചവിട്ടി പോകേണ്ടതിന് പകരം 2 സ്റ്റെപ്പ് ചാടിക്കിടന്ന്, ഈ 2 സ്റ്റെപ്പ് ചാടിക്കിടക്കൽ ഹറാമാണെന്നൊന്നും അല്ലട്ടോ ഇതിനർത്ഥം. അവിടെ ഒരു ദലീൽ അലി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു ഫിറാസത്താണത്. അയാളുടെ നടത്തത്തിലെ സ്പീഡും കൈക്കടുപ്പവും കണ്ടപ്പോൾ ഇയാൾ ക്ഷമ കുറഞ്ഞ ആളാണ്, അസ്വസ്ഥതയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ഇങ്ങനെ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു മനുഷ്യൻ്റെ കയ്യെഴുത്ത് കണ്ടാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുന്ന. ഭംഗിയുള്ള എഴുത്താണെങ്കിൽ നല്ല സ്വഭാവം, അങ്ങനെയൊന്നും അർത്ഥമല്ല. മോശപ്പെട്ട എഴുത്താണെങ്കിൽ നല്ല സ്വഭാവക്കാരനാണെന്ന് അർത്ഥം വരും. അത് ആ കയ്യെഴുത്തിനെ നോക്കിയിട്ടൊരു ഒരു ഫിറാസത്തുണ്ട് എന്നതുപോലെ ബിഹേവിയറൽ സയൻസ്. ചില ആളുകളുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും കണ്ടാൽ പെട്ടെന്ന് ക്ലിക്കാവും, ആ മനുഷ്യനിൽ എന്തോ പ്രശ്നമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീയല്ലയോ ഇയാളെ കൊന്നത്? ഫലഅയ്യി ശൈഇൻ ഖതൽത, എന്തിനാ നീ ഇയാളെ കൊന്നത്? സഅറുൻ ബൈനനാ, ഞാനും അയാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന് പ്രതികാരം ചെയ്തതാ. അപ്പോൾ മറ്റേ ആളെ വിളിച്ചുകൊണ്ടുവന്നു. ഇവിടെ കൈയോടെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, കയ്യിൽ കത്തിയും കൈകളിൽ ചോരപ്പാടുള്ള മനുഷ്യൻ. അയാൾ ചോദിച്ചു, അലി തങ്ങൾ, അലിയാർ തങ്ങളുടെ ദക്കാ നോക്കണം, ബുദ്ധിശക്തി നോക്കണം. അലിയാർ തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യ നിങ്ങളാണോ ശരിക്കും ഇയാളെ കൊന്നത്? അല്ല അലിയാർ തങ്ങളെ, ഞാനല്ല, ഞാനൊരു അറവുകാരനാണ്, ഞാനൊരു കശാപ്പുകാരനാണ്. ഞാനൊരു കന്നിനെ അറുത്തിട്ട് അതിനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, കയ്യിൽ ചോരപ്പാടുണ്ട്. ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടിയിട്ട് ഓടിച്ചെന്ന് പൊന്തക്കാടിൽ മൂത്രമൊഴിക്കുമ്പോഴാണ് പോലീസുകാരെന്നെ പിടിച്ചു പൊക്കണത്. എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഇയാളിവിടെ മരിച്ചു കിടക്കും ചെയ്യുക, പിന്നെ ഞാനവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവ് എനിക്കെതിരല്ലേ, അവരെന്നെ പിടിക്കുന്നു ഉറപ്പാ. അങ്ങനെ ഞാനങ്ങനെ സമ്മതിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാരണം എങ്ങനെ ഞാനല്ല എന്ന് പറഞ്ഞാൽ മിനിമം അടിയെങ്കിലും കിട്ടും. പിന്നെ ഞാനാണെന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എന്തായാലും എൻ്റെ കയ്യിൽ കത്തിയാണ്, ഞാൻ അപ്പുറത്തൊരു ആടിനറുത്ത് വരികയായിരുന്നു. പക്ഷേ ഞാനങ്ങനെ മൂത്രയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ പോലീസുകാർ എന്നോട് വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഞാനവിടെ സാഹചര്യ തെളിവുകളെ എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അലി തങ്ങൾ അപ്പോഴേ മനസ്സിലാക്കി, അലിയാർ തങ്ങളുടെ ബുദ്ധി അതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇയാളല്ല കൊലപാതകി, ആ മനുഷ്യൻ്റെ കയ്യിലുള്ള ചോരപ്പാട് ഒരു മൃഗത്തിൻ്റെ ചോരയാണ്, മനുഷ്യൻ്റെ ചോരയല്ല. ഇത് ആണ്. എന്തിനെന്നറിയോ? ഒരു നിരപരാധിയായ മനുഷ്യൻ പോലും ശിക്ഷിക്കപ്പെടരുത്. ആ കൊലയാളി അലി റളിയല്ലാഹു അൻഹു ഖിസാസിന് വിധിക്കുകയുണ്ടായി. ഈ പിടിക്കപ്പെട്ട ആളെ വെറുതെ വിടുകയും ചെയ്തു. ഇതൊക്കെ ആണ്. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ, അധികാരം കൈകളിലുള്ള ആളുകൾ, കോർട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിയമ
നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണമേ. നീതി നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അർശ് പോലും വിറക്കുമെന്നാണ്. ഒരു നിരപരാധിയായ മനുഷ്യൻ ഇവിടെ ശിക്ഷിക്കപ്പെടരുത്, എന്നാൽ അപരാധികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അവരിലെ പ്രമാണിമാർ തെറ്റുകൾ ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഉമ്മത്തിൽ നടക്കില്ല. വലഹു അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖത് യദുഹാ. എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എൻ്റെ ഫാത്തിമയുടെ കൈയും മുറിക്കപ്പെടും എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്സൂമിയായൊരു പെണ്ണ് മോഷണം ചെയ്തിട്ട് ആ പെണ്ണിൻ്റെ കൈകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ശുപാർശ ചെയ്യാൻ നമ്മുടെ ആളുകൾ വന്നു. ശുപാർശ ചെയ്യാൻ നോക്കുമ്പോൾ ആരുടെ സ്വാധീനം കൊണ്ട് നിബിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ ചില ആളുകൾ വിചാരിച്ചു, ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ആ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മകനുമായ ഉസാമത്ത് ബിൻ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമാ. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചാൽ ഉസാമ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് കേൾക്കുമെന്ന് അവർക്ക് തോന്നി. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മഖ്സൂമികളല്ലേ, തറവാടുള്ള സൽപേരുള്ള കുടുംബമല്ലേ? ആ കുടുംബത്തിലെ ഒരു പെണ്ണ് ഒരു ആഭരണം മോഷ്ടിച്ചതാ. അവളുടെ കൈ മുറിക്കപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് അപമാനമുണ്ടാകും നബിയെ. അതുകൊണ്ടൊന്ന് മാപ്പ് കൊടുത്തുകൂടെ, ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം നടപ്പാക്കാൻ അവസരമുണ്ടാകുമ്പോൾ ആ നിയമം നടപ്പാക്കരുത് എന്നോട് ശുപാർശ ചെയ്യാൻ വന്നതാണോ ഉസാമ? അതാണോ ഉസാമ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫവല്ലാഹ്, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ സാക്ഷാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കൈ പോലും മുറിക്കപ്പെടുക തന്നെ ചെയ്യും ഉസാമ. അതുകൊണ്ട് മഖ്സൂമിയായി പെണ്ണിൻ്റെ വിഷയത്തിൽ ശുപാർശയുമായി വരരുത്, റെക്കമെൻഡേഷനുമായി വരരുത്. ഞാനത് ചെയ്യില്ല. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോകാൻ കാരണം അതായിരുന്നു. നിയമ സംവിധാനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് തകർച്ച വരുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ വിചിത്രമായ ഒരു കേസ് വന്നു. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ ഒരു പെണ്ണാണ് ആ കേസ് കൊടുത്തത്. കേസ് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തൊലാക്ക് വേണം. ഒരു പെണ്ണിനങ്ങനെ തൊലാക്ക് ആവശ്യപ്പെടാനുള്ള കാരണങ്ങളിൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മസലയാണത്. ഒരു പെണ്ണ് പറയും, എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവില്ല, എനിക്ക് വിവാഹമോചനം വേണം, വേറെ കല്യാണം കഴിക്കണം, ഇയാളുടെ കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഹറാമിലേക്ക് പോയി പോകും, എൻ്റെ ഭർത്താവ് ദുർബലനാണ്, അദ്ദേഹത്തിന് ആ ഒരു ശേഷിയില്ലാത്തവനാണ് എന്ന് പറയാൻ, ഇഅ്തിറാദ് എന്നതിന് അറബിൽ പറയാം. പെണ്ണ് കേസുമായി വന്നു ഉമർ തങ്ങളുടെ കോടതിയിലേക്ക്. ഇതിനിപ്പോൾ വാക്കുകളെ കൊണ്ട് കേൾക്കുക എന്നല്ലാണ്ട് വേറെ അഡീഷണൽ തെളിവെടുപ്പൊക്കെ പറ്റില്ലല്ലോ. പുതിയാപ്പിളിനെ വിളിച്ചു, നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാഹ്, പ്രശ്നം വീണ്ടും സങ്കീർണമായി. ഉമർ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ അരികത്ത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് നിനക്ക് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെയോ അവളുടെയോ വസ്ത്രത്തിൽ അതിൻ്റെ ഒരു അടയാളവുമായി നീ എൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അതും കൊണ്ടുവന്നു. ഉമർ തങ്ങൾ അലിയാരെ വിളിച്ചു, അലിയാരെ ഇച്ചിരി വെള്ളം തിളപ്പിക്കണേ എന്ന് പറഞ്ഞു.
വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന വസ്ത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒഴിച്ചു നോക്കുമ്പോൾ അതൊരു ഓംലെറ്റായി മാറി. അപ്പോൾ മനസ്സിലായി കോഴിമുട്ടൻ്റെ കുഞ്ചെടുത്തിട്ടായി വന്നത്. അങ്ങനെ ഫഹകമലഹ ത്വലാഖ്, ആ പെണ്ണിന് ത്വലാഖിൻ്റെ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ത്വലാഖ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഈ ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആണിനും പെണ്ണിനും അള്ളാഹു അനുവദിച്ച നീതി ഇവിടെ ലഭിക്കണം എന്നതിൽ എത്രത്തോളം ശുഷ്കാന്തിയുണ്ട് ഈ ശരീഅത്തിന് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഷഹീദുൽ മെഹ്റാബ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കണേ, തെറ്റുകൾ തെറ്റാണ്. ചില പ്രമാണങ്ങളും ചില തെളിവുകളും ഫോർജ്ഡ് ആയിരിക്കും, ഫേക്ക് ആയിരിക്കും. ആ ഫേക്ക് ഡോക്യുമെന്റുകൾ ഫേക്കാണ് എന്ന് കണ്ടെത്താനുള്ള കഴിവ് നിയമവ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണം എന്നും പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ. യാ അല്ലാഹ്, ഹാറൂൻ റഷീദ് അതുകൊണ്ടാണ് തൻ്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ ഫഖീഹായിരുന്ന അദീമും മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ആലിം, അൽ ഇമാമുൽ അഅ്ലം എന്ന് മുത്ലഖൻ പറയപ്പെടുന്ന ഇമാമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിന്റെ ഇമാം. ഏറ്റവും വലിയ അൽ ഇമാമുൽ അഅ്ലം, ദി ഗ്രേറ്റസ്റ്റ് ലീഡർ ഇൻ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്, ഇസ്ലാമിൻ്റെ ഫിഖഹിലെ ഏറ്റവും വലിയ ഇമാം എന്ന് പറഞ്ഞാൽ, പേര് പറയാതെ പറഞ്ഞാൽ അത് മഹാനായ അബൂ ഹനീഫ തങ്ങളാണ്. അത്ര വലിയ പണ്ഡിതൻ. ഹാറൂൻ റഷീദ് അന്നത്തെ ഖലീഫയാണ്. ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ, നിങ്ങളായിരിക്കണം നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. നിന്നില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. അടിച്ചോളൂ എന്ന് പറഞ്ഞു. ഫജലദഹു, മഹാനായ അബൂ ഹനീഫ ഇമാമിനെ അടി കിട്ടി, ശിക്ഷ ലഭിച്ചു. എന്തിനെന്നറിയോ? വലിയൊരു സുപ്രീം കോർട്ട് ജഡ്ജാവാനുള്ള ഓഫർ നിരസിച്ചതിൻ്റെ പേര്. എന്താ കാരണം എന്നറിയോ? ഈ ഭരണാധികാരികളുടെ മുമ്പിൽ ജഡ്ജായി നിന്നാൽ അവർക്കനുകൂലമായി പലതും വിധിക്കേണ്ടി വരും. അത് അള്ളാഹിന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുൽ സത്യം ചെയ്തു. സത്യം ചെയ്തു പറഞ്ഞാൽ യമീനാണ്. സത്യം പൊളിഞ്ഞാൽ അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കണം. 10 അടിമകളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അതിന്. അള്ളാനെ തന്നെയാണ് സത്യം. അബൂ ഹനീഫ ഇമാമെ, നിങ്ങൾ ഖാദിയായി അധികാരം ഏറ്റെടുക്കണം. അബൂ ഹനീഫ പറഞ്ഞു, വല്ലാഹി ഞാൻ ഏറ്റെടുക്കൂല. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ ഖലീഫ അങ്ങനെ വല്ലാഹി പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മറികടന്നിട്ട് വല്ലാഹി പറയണത് മോശമല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. സത്യം ചെയ്തു പറഞ്ഞത് ചെയ്യാതിരുന്നാൽ പ്രായശ്ചിത്തം കൊടുക്കണം. മൂപ്പർക്ക് ഇഷ്ടം പോലെ അടിമകളുണ്ടല്ലോ, കൊടുക്കാലോ. മൂപ്പർ കൊടുത്തോട്ടെ, വീട്ടിക്കോട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യം അയാൾ വീട്ടിക്കോട്ടെ, ഞാൻ എൻ്റെത് നോക്കാം, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മഹാനായ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാ എന്ന മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യനെ ഹാറൂൻ റഷീദ് ഖാദിയായി നിയമിച്ചു. എന്തിനെന്നറിയോ? ആലിമീങ്ങളാണ് ഈ തലത്തിലേക്ക് വരേണ്ടത്. ആലിമീങ്ങളായ ആളുകൾ LLBക്ക് പോകണം, നിയമം പഠിക്കണം, വാദിക്കാൻ പഠിക്കണം. എന്തിനെന്നറിയോ? നുണ പറയാതിരിക്കാൻ, നുണ പറഞ്ഞുകൊണ്ട് കേസുകൾ ജയിക്കാതിരിക്കാൻ. സത്യം ജയിക്കണം, എന്നിട്ടുള്ള കേസ് മതി. ചിലപ്പോൾ ഒരുപക്ഷെ കേസില്ല വക്കീലായി കാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നേക്കാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ, മഹാനവറുകൾ മരക്കച്ചവടം ചെയ്ത് നിർത്തിയ പോലെ ആയിക്കോട്ടെ. അൽ ഹഖ്ഖു ഖദീം, സത്യമേ വിജയിക്കുകയുള്ളൂ. ലാ യൻഖുദുഹു ശൈഉൻ, സത്യമാണ് വിജയിക്കുന്നത്, സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്, എത്ര സത്യമാണ്. മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചില പ്രത്യേക വീക്ഷണങ്ങളുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ജഡ്ജായി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുഖത്ത് സങ്കടം കാണുക സ്വാഭാവികമാണ്. എന്നാൽ മദീനയിൽ ജഡ്ജിമാരായി ജോലി ചെയ്ത 2 ആളുകളുടെ മുഖത്ത് ഞാൻ സങ്കടം കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല. അല്ലാഹ്, എങ്ങനെ
ഖാദിയായൊരു വിധി പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ ഇന്നലെ വിധി പറഞ്ഞ അയാൾക്ക് എതിരായി ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടാവോ, തെളിവ് എനിക്കെതിരായിട്ടുണ്ടാവോ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന സങ്കടം ഒരു മുഅ്മിനായ ജഡ്ജിന് വരൽ അനിവാര്യമാണ്. കുല്ലു ഖാദിൻ തദ്ഹറു അലാ വജ്ഹിഹിൽ കആബ, ഏതൊരു ജഡ്ജിന്റെ മുഖത്തും ദുഃഖം വരൽ സ്വാഭാവികമാണ്. കാരണം അത് സന്തോഷിക്കാൻ പറ്റുന്ന ജോലിയല്ല, ആ ജോലി വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ട ജോലിയാണ്. അതുകൊണ്ട് മദീനയിലെ ജഡ്ജിമാരിൽ രണ്ടാളുടെ മുഖത്ത് ഞാൻ സങ്കടം കാണാതിരുന്നപ്പോൾ ആ രണ്ടുപേരും ഈ ജോലി ഇത്ര ലാഘവത്തോടെ കാണുന്ന ആളുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അവരിൽ നിന്ന് ഹദീത്ത് സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ഹദീത്ത് പണ്ഡിതനാണ് മാലിക്കി മദ്ഹബിൻ്റെ ഇമാം, മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു. മുഖത്ത് സങ്കടമില്ല. എന്തുകൊണ്ട്? അവർക്കതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ബോധം വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളുടെ ഹദീസ് എനിക്ക് വേണ്ട. മാലിക് ഇമാമിൻ്റെ വലിയ വീക്ഷണങ്ങളുണ്ട്. അയ്യൂബ് സഖ്തിയാനി തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാവുന്നത്. അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാൻ തുടങ്ങിയത് മഹാനവറുകൾ ഹജ്ജിന് വന്നതിന് ശേഷം. അയ്യൂബ് സഖ്തിയാനി എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള മഹാനാണ്. മക്കയിലേക്ക് എത്തുമ്പോഴേ കൂടെ വന്ന ആളുകളോട് സഖ്തിയാൻ നാട്ടുകാരോട് പറയാൻ, കറാമത്ത് കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു, ചിലർ പറഞ്ഞുണ്ട്, ചിലർ പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. മക്കയോടടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറയിൽ വിരൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരാം, പക്ഷെ ഞാൻ മരിക്കണവരെ ഈ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. അങ്ങനെ മഹാനവറുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പാറയിൽ വിരൽ വെച്ചമർത്തി. മഹാനായ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭൻ കൈയെടുത്തപ്പോൾ അവിടുന്ന് വെള്ളം അണപൊട്ടി ഒഴുകി. ആ വെള്ളം കൂടെയുള്ള ആളുകളൊക്കെ കുടിച്ചു. എല്ലാവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ കൈവച്ചു വീണ്ടും അതേപോലെ ബിസ്മി ചൊല്ലി ആ വെള്ളം അവിടെ നിന്നു. അങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് അല്ലാഹുവിൻ്റെ കറാമത്ത് കാണിച്ച വലിയാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. എന്നിട്ടും ഇമാം മാലിക് എന്നവർ മഹാനവറുടെ ഹദീസിൻ്റെ റിവായത്തുകൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. എന്തേ കാരണം എന്നറിയോ? ഖൽബിൻ്റെ ഉള്ളിൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് മഹബ്ബത്തുണ്ടോ എന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഹജ്ജ ഹജ്ജതഹു, മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം എന്ന മക്കയിലുണ്ട്. മാലിക് ഇമാം പറയാ, ഈ മഹാന്റെ ഹദീസുകൾ എനിക്ക് വേണം, പക്ഷേ ഈ ആളതിന് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുൻതു അർമുഖുഹു, ഞാൻ അദ്ദേഹത്തെ ശരിക്കും നിരീക്ഷിക്കുകയായിരുന്നു. മക്കയിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് നിസ്കാരത്തിൻ്റെ അടിയിലൊക്കെ അയ്യൂബ് സഖ്തിയാനിയെ ദൂരെ നിന്ന് ഇമാം മാലിക് എന്നവരിങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. ഈ കറാമത്തുള്ള മഹാനായിട്ട് പോലും ഹദീസ് മുഅത്തയിലെ റിവായത്തുകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഏതാനും കുറച്ച് റിവായത്തുകളേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട ന്യായം നോക്കണം. അതാണ് അത്ഭുതം. മഹാനവറുകൾ പറയാണ്, കുഞ്ചോർമുഖുഹു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശരിക്കിങ്ങനെ വീക്ഷിക്കുമ്പോൾ കുല്ലമാ ദുഖിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ഹശ ബിൽ ബുകാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മക്കായുടെ പള്ളിയിൽ പറയപ്പെടുമ്പോൾ, മക്കയിലെ പള്ളിയിൽ നടക്കുന്ന ദർസുകളിൽ ഹബീബായ നബി തങ്ങളുടെ ഹദീസ് പറയപ്പെടുമ്പോൾ, ഹബീബിൻ്റെ പേര് പറയപ്പെടുമ്പോൾ ഈ മഹാൻ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടു. അവിടെ മുതലാണ് കതബതു അൻഹു, അത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഞാൻ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞതും ഇതേ മഹാൻ തന്നെ. മുഖത്ത് സങ്കടം കാണാത്തതിൻ്റെ പേരിൽ 2 ജഡ്ജിമാരുടെ ഹദീസുകൾ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ മഹാൻ അയ്യൂബ് സഖ്തിയാനി എന്ന അള്ളാഹുവിൻ്റെ വലിയ പുണ്യ നബി തങ്ങളുടെ പേര് കേട്ടിട്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഫകതബതു അൻഹു, അവിടെ മുതൽ ഞാൻ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങി. ഇതൊക്കെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളാണ്, അവരുടെ ഇജ്തിഹാദുകളാണ് ഇതൊക്കെ. യാ അല്ലാഹ്, അത്രയും പരിശുദ്ധമാണ് നമ്മുടെ ഹദീസുകൾ എന്ന് മനസ്സിലാക്കണം. ഈ ഹദീസുകൾ ഇങ്ങനെ വെറുതെ കേട്ടത് മുഴുവൻ എടുത്താൽ ആര് പറഞ്ഞു എന്നത് വലിയൊരു വിഷയമാണ്. എന്ത് പറഞ്ഞു എന്നതല്ല, പറയുന്ന ആളിൻ്റെ വ്യക്തിത്വം. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ വലിയൊരു മനോഹാരിത.
ഹദീത്ത് ലഈഫാകുന്നതും ഹദീത്ത് സ്വഹീഹാവുന്നതും ഒക്കെ വലിയൊരളവോളം അത് പറയുന്ന ആളിൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ചാണ്.